നമസ്തേ. ഇടതു മുന്നണി അധികാരത്തിലേറിയ 2 ഇലക്ഷനുകൾ കഴിഞ്ഞു. ഇപ്പോഴും വന്ന 3ാമത്തെ ഇലക്ഷനിൽ വലതു മുന്നണി അധികാരത്തിലേക്ക് ജനം ജയിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇടതു മുന്നണിയെ അധികാരത്തിലേറ്റിയ അവസാനത്തെ 2 ഇലക്ഷനുകളാണ്. ആ ഇലക്ഷനിൽ നാട് നീളെ പ്രചരിപ്പിച്ചിരുന്ന ഒരു മുഖമുണ്ട്. ഏതൊരു കാൻഡിഡേറ്റിന്റെയും കൂടെ ആ കാൻഡിഡേറ്റിന്റെ ആ സ്ഥാനാർത്ഥിയുടെ ചിത്രത്തെക്കാൾ വലുതായി പ്രദർശിപ്പിച്ചിരുന്ന ഒരു മുഖം, അത് യശസ്വരീനായ ശ്രീ VS അച്യുതാനന്ദന്റെ മുഖമാണ്. എല്ലാവർക്കും ഓർമ്മയാണ്. മറന്നുപോകാൻ തക്ക വിധം കാലമൊന്നും കഴിഞ്ഞില്ലല്ലോ. VS മറഞ്ഞു, ഇടതുമുന്നണിയുടെ വിജയവും പോയി. ഇന്ന് ജനങ്ങളാൽ അകറ്റപ്പെട്ട് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ഇടതുമുന്നണി, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി വന്നു നിൽക്കുന്നത്. ഇതിന് ആരാണ് ഉത്തരവാദി എന്ന് പല കേന്ദ്രങ്ങളിലും ചിന്തയുണ്ട്. അതിനുത്തരം ആൾക്കാർ കണ്ടുപിടിക്കട്ടെ. പിണറായി വിജയനെ മാത്രം കുറ്റപ്പെടുത്താം, മൊത്തത്തിലുള്ള മന്ത്രിസഭയെ കുറ്റപ്പെടുത്താം, മാർക്സിസ്റ്റ് പാർട്ടിയെ ഒന്നാകെ കുറ്റപ്പെടുത്താം, മുന്നണി ഘടകങ്ങളെ മൊത്തം കുറ്റപ്പെടുത്താം. പക്ഷെ CPI കൂടുതലായി ജനങ്ങൾ കൈവിട്ടില്ല എന്നവരുടെ വിജയം സൂചന തരുന്നുണ്ട്. വിജയം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കുറച്ച് സീറ്റുകളിൽ അവർ തോറ്റു, കൂടുതൽ സീറ്റുകളിൽ അവർ വിജയിച്ചു കയറി. അതായത് CPI എന്ന പാർട്ടിയെ ജനം കൈവിട്ടില്ല. ജനം എങ്ങനെ ഇടതുപക്ഷ ചിന്താഗതിയെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ കൈവിടുന്നു? നമ്മൾ കണ്ടിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ധാർഷ്ട്യം പല സമയങ്ങളിലും പുറത്തു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പിണറായി വിജയനിലൂടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികളിലൂടെ ഒക്കെ നാം കണ്ടിട്ടുണ്ട്. പൊതുവെ എൻ്റെ വിലയിരുത്തലിൽ പിണറായി വിജയന്റെ ഭരണം വളരെ നല്ല ഭരണമാണ്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, പിണറായി അവസരത്തിലോ അനവസരത്തിലോ ധാർഷ്ട്യം കാണിക്കുകയോ കോപിക്കുകയോ ചെയ്തു എന്നുള്ളത് സാധാരണ ജനത്തിനെ ബാധിക്കുന്ന കാര്യമല്ല. അവർക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങളിൽ ഈ ഇടതു മുന്നണിയുടെ ഭരണം എന്തൊക്കെ നിലപാടെടുത്തിട്ടുണ്ട്, എത്ര കണ്ട് ഗുണകരമായിട്ടുണ്ട് എന്നാണ് ആ ഇടത് ഭരണത്തെ വിലയിരുത്തേണ്ടത്. ഇപ്പോഴും ഇടതിന് ഭരണം നഷ്ടപ്പെടാൻ കാരണം ഭരണ തകർച്ചയല്ല, ഭരണ ന്യൂനതയല്ല, നേതൃത്വ ന്യൂനതയാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. നേതൃത്വ ന്യൂനത എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ ശ്രീ പിണറായി വിജയന്റെ ന്യൂനത എന്നേ കണക്കാക്കാൻ പറ്റും. ഒരിക്കലും പ്രതികാരം വെച്ച് പുലർത്താത്ത വ്യക്തിത്വമാണ് ശ്രീ പിണറായി വിജയൻ എന്ന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിലും അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള വാക്കുകളിലും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രതികാര ബുദ്ധി ഉണ്ടാവുകയുമില്ല. പെട്ടെന്ന് വരുന്ന ദേഷ്യം അദ്ദേഹത്തെ ചൊടിപ്പിക്കുകയും എന്തെങ്കിലും പറയുകയും ചെയ്യും. പക്ഷേ അങ്ങനെയുള്ള പറച്ചിലുകൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, കടക്കുപുറത്ത് അങ്ങനെയുള്ള പറച്ചിലുകളെല്ലാം തന്നെ ജനങ്ങളിൽ ഒരു വിഭാഗത്തിന് വിയോജിപ്പുണ്ടായിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ കേട്ടു നിന്നവൻ പാർട്ടിക്കാരനായതുകൊണ്ട് ആ വ്യക്തിക്ക് എതിർപ്പൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അദ്ദേഹം സ്വയം പറയുന്നത് കേട്ടോ, എനിക്ക് ആണ് പറ്റിയത്, ആ വേദിയിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു, ഓക്കെ, അത് അദ്ദേഹത്തിന്റെ നല്ല ഗുണം. പക്ഷേ ഈ ധാർഷ്ട്യ സ്വരം കേൾക്കുന്ന ജനം പിണറായിയോട് വിമുഖരാവും. 10 ഓട്ടെങ്കിൽ 10 ഓട്ട്, 100 ഓട്ടെങ്കിൽ 100 ഓട്ട് നഷ്ടപ്പെടാൻ കാരണമാകും ഈ ധാർഷ്ട്യങ്ങളെല്ലാം. അങ്ങനെ കാരണമായിട്ടുണ്ട്. ഇത് അതിനേക്കാൾ വലിയ കാരണങ്ങളായത് ഭരണത്തിലേറിയിരിക്കുന്ന സമയത്ത് ഈ ഇടത് സംഘടനകൾ, പോഷക സംഘടനകൾ 2 തർക്കങ്ങൾ, ഒരു ഭാഗം ജനങ്ങളോട് പ്രതികരിക്കുന്നത്, അവരെ പ്രതിരോധിക്കുന്നത്, അവരോട് സംവദിക്കുന്നത്, അതെല്ലാം അതിഭയങ്കര ധാർഷ്ട്യത്തിൽ നിന്നാണ്. അവരെടുത്ത് ഉപയോഗിക്കുന്നത് ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരാണ് എന്ന് വെച്ചാൽ ഞങ്ങളോട് ചോദിക്കാൻ ആരുണ്ടെന്ന്. ഇതൊരു പാർട്ടി ഘടകം ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരുപാട് പാർട്ടി ഘടകങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞു. പണ്ട് കാലങ്ങളിൽ മുതലാളികളും അവരുടെ ശിങ്കിടികളും ഒളിച്ചിരിക്കുന്ന സഖാക്കളെയൊക്കെ അധികാരികൾക്ക് ഒറ്റുകൊടുക്കും. അന്ന് നിരോധിക്കപ്പെട്ട കാലവും ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചു. അങ്ങനെ ഈ ഒളിച്ചിരിക്കുന്ന സഖാക്കൾ എവിടെയാണ് എന്ന് പറയുന്നവരെ ഒറ്റുകാരെന്നാണ് പറഞ്ഞിരുന്നത്. ആക്ച്വലി ഒറ്റുകാരെന്ന് പറയുന്നത് 1 2 സഖാക്കളെ ചൂണ്ടിക്കൊടുത്ത് പാർട്ടിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നവരെയാണ്. പക്ഷെ പാർട്ടിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന സഖാക്കൾ എത്രയുണ്ട് എന്ന് വിലയിരുത്തണം. അവരെല്ലാവരും കമ്മ്യൂണിസ്റ്റിന്റെ മേലം കേട്ടിട്ടുണ്ടെങ്കിലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പദവികൾ വഹിക്കുന്നവരാണെങ്കിലും അവരെല്ലാവരും കമ്മ്യൂണിസത്തിന്റെ ഒറ്റുകാരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒറ്റുകാരാണ്. കാരണം അവരുടെ എല്ലാം പ്രവർത്തികൾ ജനങ്ങളിൽ നിന്ന് ഈ പാർട്ടിയെ അകറ്റി കമ്മ്യൂണിസത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമായി എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നവരെല്ലാം തന്നെ അവർ പാർട്ടിക്കാരായാലും
സാധാരണ ജനങ്ങളായാലും അവരെല്ലാവരും പാർട്ടിയുടെ ഒറ്റുകാരാണ്. ഇവിടെ പാർട്ടി ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും സഹായിക്കാൻ കരുത്തുറ്റ ആളായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ, സഖാവ് വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചുകൊണ്ട്, സ്ഥാനാർത്ഥികളുടെ ചിത്രം അതിനേക്കാൾ ചെറുതാക്കി വെച്ചുകൊണ്ട് 2 ഇലക്ഷനും ഇടതുപക്ഷം ജയിച്ചു കയറി. 3ാമത്തെ ഇലക്ഷനിൽ ഒരു അപജയം നമ്മൾ കണ്ടു, കേരളം മുഴുവൻ കണ്ടു. വി എസിനെ പാടെ വിസ്മൃതിയിലാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണോ അല്ലയോ എന്നറിയില്ല, വി എസിന്റെ ചിത്രം വെച്ച പോസ്റ്റുകൾ വളരെ വളരെ കുറവായിരുന്നു. ഞാനൊന്നും കണ്ടിട്ടില്ല, ഒരു പോസ്റ്റ് പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എല്ലായിടത്തും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ സഖാവിന്റെ പടമാണ് വെച്ചത്. അത് കമ്മ്യൂണിസത്തിനെതിരാണ്. ഒരുപാട് സഖാക്കളുണ്ട്. ഒന്നിൽ കൂട്ടായ ഉത്തരവാദിത്വത്തെ ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രം വയ്ക്കാം, അത് കമ്മ്യൂണിസത്തിന് അനുകൂലമാണ്. അതല്ലെങ്കിൽ വി എസിന്റെ പടം വയ്ക്കാം. യശശരീരായ സഖാക്കളെ എത്രയോ ഓർമ്മിക്കുന്നുണ്ട്. രക്തസാക്ഷി ദിനങ്ങളും ഓർമ്മ ദിനങ്ങളും ഒക്കെ കണക്ക് തെറ്റാതെ ആചരിച്ചു വരുന്ന പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പാർട്ടി. പക്ഷെ ഈ ഇലക്ഷനിൽ അവർ വി എസിന്റെ ചിത്രം വെച്ചിട്ടില്ല. ഒരിക്കൽ അഡ്വക്കേറ്റ് ജയശങ്കർ ഹാസ്യരൂപേണ പറഞ്ഞിരുന്നു, വി എസിന്റെ ചിത്രം കണ്ടാൽ വോട്ട് കിട്ടും, പിണറായിയുടെ ചിത്രം കണ്ടാൽ വോട്ട് കിട്ടില്ല എന്ന്. തമാശ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ന് സത്യമാണ് എന്ന് തോന്നുന്നു. പിണറായിയുടെ ചിത്രത്തിന് നേരെ അനുഭാവപൂർവമായ ഒരു നിലപാട് കേരള ജനത കൈക്കൊണ്ടില്ല. പിന്നിട്ട് പോകുന്ന സഖാക്കളെ കൂടെ തങ്ങളുടെ പ്രയാണത്തിൽ ഒപ്പം കൂട്ടി അവരെ കൂടെ പൊതുമണ്ഡലത്തിൽ ഓർമ്മപ്പെടുത്തി നിർത്തിയിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന്റെ വിജയം കുറെ കൂടെ മികച്ചതാകുമായിരുന്നു. ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന്റെ ഭാരം, അളവ് വളരെ കുറയുമായിരുന്നു. നന്ദി, നമസ്തേ.